വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ PYQ സീരീസ് 2024-25 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് വിശദമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് 15 എണ്ണം ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാം കേട്ടോ. 1067/2025 ആയിരുന്നു കോഡ്. ഈ അടുത്ത് നടന്ന എക്സാമാണ് 1067/2025 ആയിരുന്നു കോഡ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ്, ഓപ്ഷൻ സഹിതം നമ്മൾ പറഞ്ഞ് മൊത്തം അങ്ങ് എടുത്തു പോവാണ് കേട്ടോ. ഓക്കെ, 15 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂട്യൂബിൽ എടുക്കുന്ന ഈ ക്ലാസ്സസിൻ്റെയൊക്കെ PDF നോട്ട്സ് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 673 ചോദ്യം വരെ നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ടാണ് നമ്പർ ഇട്ടിന് 674ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് മേ ബി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ പെർമിറ്റ് എനി സൊസൈറ്റി ടു യൂട്ടിലൈസ് ഇറ്റ്സ് റിസർവ് ഫണ്ട് ഐദർ ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ഇൻ ദ ബിസിനസ് ഓഫ് സച്ച് സൊസൈറ്റി. ആരാണ് ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ പുറപ്പെടുവിച്ച് സൊസൈറ്റീനെ പെർമിറ്റ് ചെയ്യുന്നത്, അല്ലേ? സൊസൈറ്റിക്ക് പെർമിഷൻ കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്? ടു യൂട്ടിലൈസ് ഇറ്റ്സ് റിസർവ് ഫണ്ട്, അവരുടെ റിസർവ് ഫണ്ട് ഉപയോഗിക്കുവാൻ, ഒന്നെങ്കിൽ ഭാഗികമായി ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ. ബിസിനസ്സിന് ആവശ്യമായി സൊസൈറ്റി എടുത്തു വച്ച റിസർവ് ഫണ്ട് ഉണ്ടല്ലോ, അത് ഭാഗികമായി ഉപയോഗിക്കുന്നതിനും പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനും ആരുടെ പെർമിഷനാണ് വേണ്ടത് എന്നാണ് ചോദ്യം. രജിസ്ട്രാർ ആണോ, ഗവൺമെൻറ് ആണോ, ഫിനാൻസിങ് ബാങ്ക് ആണോ, അതോ A or B ആണോ? രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയുന്നതാണ്, റൂൾ 60 അതിനെക്കുറിച്ച് പറയുന്നത്. മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് റൂൾ 60 കേട്ടോ. സോ റൂൾ 60 ഒന്ന് പഠിച്ചു വയ്ക്കുക. മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ, അതായത് ഇപ്പോൾ റൂള് ഏതാണെന്ന് ചോദിച്ചിട്ടും വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട് റൂൾ 60 ആണ്. റൂൾ 60 പറയുന്നുണ്ട്, ഐദർ ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ആണെങ്കിൽ ആരുടെ പെർമിഷൻ മേടിക്കണം? ഗവൺമെൻറ്റിൻ്റെ പെർമിഷനാണ് മേടിക്കേണ്ടത്. എന്നാൽ അപ് ടു 50% ആണെങ്കിൽ 50% വരെ മാത്രമേ അവർക്ക് പിൻവലിക്കേണ്ടൂ, അല്ലെങ്കിൽ 50% മാത്രമേ അവർ ഉപയോഗിക്കാൻ ആവശ്യമുള്ളൂവെങ്കിൽ രജിസ്ട്രാറിൽ നിന്ന് മാത്രം പെർമിഷൻ വാങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻറ്റും ഓർത്തിരിക്കുക. റൂൾ 60 മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ കൂടാതെ ഐദർ ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയാണ് വാങ്ങേണ്ടത്. എന്നാൽ അപ് ടു 50% ആണെങ്കിൽ ആരുടെ അനുമതി മാത്രം വാങ്ങിയാൽ മതി? RCS രജിസ്ട്രാറിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷം അവർക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം കേട്ടോ, യൂട്ടിലൈസ് ചെയ്യാം, അവരുടെ എന്താവശ്യത്തിനാണോ വെച്ചാൽ അതിന്. അപ്പോൾ അതാണ് ഈ 674ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വന്നിട്ട്, The report of the inspection conducted by special team of officers authorized by the registrar in a cooperative society shall be communicated to the concerned society within dash from the date of such inspection എന്ന് ചോദിച്ചു. അതായത് സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ രജിസ്ട്രാർ കണ്ടക്ട് ചെയ്യുമ്പോൾ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ നിയമിക്കുന്ന ഓതറൈസ് ചെയ്യുന്ന ഓഫീസേഴ്സോ ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്പെക്ഷൻ സൂപ്പർവിഷൻ ഓർ ഇൻസ്പെക്ഷൻ ഒന്നുകിൽ രജിസ്ട്രാർ ആവും, അല്ലെങ്കിൽ രജിസ്ട്രാർ ഒരു സ്പെഷ്യൽ ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അവരുണ്ടാക്കുന്ന റിപ്പോർട്ട്, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കണ്ടക്റ്റഡ് ബൈ ആരാണ്? സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ്, അതായത് രജിസ്ട്രാർ ഓതറൈസ് ചെയ്ത സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് കണ്ടക്ട് ചെയ്ത ഇൻസ്പെക്ഷൻ, അതിൻ്റെ റിപ്പോർട്ട് അത് സൊസൈറ്റീനെ, കൺസേൺഡ് സൊസൈറ്റീനെ അറിയിക്കണമല്ലോ. അപ്പോൾ ഈ കൺസേൺഡ് സൊസൈറ്റീനെ എത്ര നാൾക്കകം, ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് എത്ര നാൾക്കകം അറിയിക്കണം എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. 15 ദിവസമാണോ, 30 ദിവസമാണോ, 1 month ആണോ, അതോ 2 months ആണോ? നമ്മൾ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഏതാ? സെക്ഷൻ 66 ആണ്. നമുക്ക് നോക്കാം കേട്ടോ. അതൊന്ന് പഠിച്ചു പോവാം. ഈ കണ്ടൻറ്റും അവിടെ വരും, അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം. സെക്ഷൻ 66 സബ്സെക്ഷൻ 1 എന്താ പറയണത്? ദ രജിസ്ട്രാർ ഷാൾ സൂപ്പർവൈസ് ഓർ കോസ് ടു ബി സൂപ്പർവൈസ്ഡ് ബൈ എ പേഴ്സൺ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ രജിസ്ട്രാറിന് സൂപ്പർവൈസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഓതറൈസ് ചെയ്യാം. ബൈ ഹിം ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഇൻ റൈറ്റിംഗ് ഇൻ ദിസ് ബിഹാഫ്. അദ്ദേഹത്തിൻ്റെ ബിഹാഫിൽ
മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് അല്ലേ. ദ വർക്കിംഗ് ഓഫ് എവറി സൊസൈറ്റി ആസ് ഫ്രീക്വൻ്റ്ലി ആസ് ഹി മേ കൺസിഡർ നെസസറി. ദ സൂപ്പർവിഷൻ അണ്ടർ ദിസ് സബ്സെക്ഷൻ മേ ഇൻക്ലൂഡ് ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി. ഇവിടെയുള്ള ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റിയാണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി. ദ രജിസ്ട്രാർ മേ ഓൺ ഹിസ് ഓൺ മോഷൻ. പിന്നെ ഏതൊക്കെ രീതിയിൽ, ഒന്നെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സൂപ്പർവിഷൻ നടത്താൻ പോവാം. അല്ലെങ്കിൽ ഓറാണ് ഇട്ടിട്ടുണ്ട്, ആൻഡ് അല്ല ഓറാണ് കേട്ടോ. അപ്പോൾ എ ബി ഓപ്ഷൻസ് ഇങ്ങനെ ചിലപ്പോൾ എ ബി സി എന്നൊക്കെ പറഞ്ഞ് തരാം. അപ്പോൾ രജിസ്ട്രാർ ഹിസ് ഓൺ മോഷൻ ഒരു എ ഓപ്ഷൻ. രണ്ടാമത്തത് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ക്രെഡിറ്റർ ഓഫ് എ സൊസൈറ്റി. ഒരു ക്രെഡിറ്ററിൽ നിന്നും ആപ്ലിക്കേഷൻ കിട്ടുകയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം, സൂപ്പർവിഷന് വേണ്ടിയിട്ട് ഉത്തരവിടാം. ഇൻസ്പെക്ടർ ഡയറക്റ്റ് എനി പേഴ്സൺ, അപ്പോഴാണ് ഓതറൈസ് ചെയ്യുന്നത്. ഇൻസ്പെക്റ്റ് ചെയ്യാൻ, ബുക്സ് ഓഫ് ദ സൊസൈറ്റി ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണെ ഓതറൈസ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് നോ സച്ച് ഇൻസ്പെക്ഷൻ ഷാൾ ബി മെയ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ക്രെഡിറ്റർ അൺലെസ് ദ ആപ്ലിക്കൻ. അതായത് ഇപ്പോൾ ഒരു ക്രെഡിറ്ററുടെ ഒരു അപേക്ഷമേലാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ പോകുന്നതെങ്കിൽ രജിസ്ട്രാർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ക്രെഡിറ്റർക്ക് എന്ത് കിട്ടിയിട്ടില്ല, പൈസ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടും കൊടുത്ത് തീർത്തിട്ടില്ല, അതുകൊണ്ടല്ലേ കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവണം. ആർക്ക്? രജിസ്ട്രാർ സാറ്റിസ്ഫൈ ചെയ്യണം ദാറ്റ് ദ ഡെറ്റ് ഈസ് സം ദെൻ ഡ്യൂ ആൻഡ് ദാറ്റ് ഹി ഹാസ് ഡിമാൻഡഡ് പേയ്മെൻറ്റ് thereof ആൻഡ് ഹാസ് നോട്ട് റിസീവ്ഡ് സാറ്റിസ്ഫാക്ഷൻ വിത്തിൻ റീസണബിൾ ടൈം. കൊടുത്ത സമയത്തിനുള്ളിൽ അവർക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവണം. ആൻഡ് ഓൾസോ ഡെപ്പോസിറ്റ്സ് വിത്ത് രജിസ്ട്രാർ സച്ച് സം സെക്യൂരിറ്റി ഫോർ ദ കോസ്റ്റ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഇൻസ്പെക്ഷൻ ആസ് ദ രജിസ്ട്രാർ മേ റിക്വയർ. അത് മാത്രമല്ല അതിനുള്ള ഫണ്ട് അടയ്ക്കും വേണം കേട്ടോ. ഓക്കെ, ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കും. അടുത്തത് 2A പറയുന്നത് രജിസ്ട്രാർ മേ ഓതറൈസ്ഡ് എ സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദ ഇൻസ്പെക്ഷൻ അപ്പെക്സിലും സെൻട്രലിലും ഫെഡറലിലും ഒക്കെ കേട്ടോ ആൻഡ് ഓൾ അതർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇവരൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നവരാണ്. അപ്പോൾ സൂപ്പർവിഷൻ്റെ പരിധിയിൽ വരുന്നവരാണ് അപ്പെക്സും സെൻട്രലും ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഓൾ അതർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും എന്നാണ് 2A പറയുന്നത്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത് 2B ആണ് കേട്ടോ. 2B പറഞ്ഞിട്ടുള്ളത് ദ റിപ്പോർട്ട് ഓഫ് സച്ച് ഇൻസ്പെക്ഷൻ. ഇത്തരത്തിൽ ഇൻസ്പെക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ ദ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് റൈറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പെക്സ് സെൻട്രലോ ഏതാണോ സൊസൈറ്റി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days. ഓക്കെ, വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 30 ദിവസത്തിനകം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? 30 days ആണ്. ഓക്കെ, വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days ആൻഡ് ദ കമ്മിറ്റി ആൻഡ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി കൺസേൺഡ് ഷാൾ ബി അണ്ടർ ആൻ ഒബ്ലിഗേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആൻഡ് ദ കമ്മിറ്റി മാത്രമല്ല ചീഫ് എക്സിക്യൂട്ടീവും എന്താണ്, ഒബ്ലിഗേഷൻ ഉണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും. ഒരു പാരാവൈസ് സാറ്റിസ്ഫാക്ടറി കംപ്ലൈൻസ് റിപ്പോർട്ട് ബിഫോർ ദ രജിസ്ട്രാർ വെക്കണം, ഫയൽ ചെയ്യണം കേട്ടോ. അതിന് ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ട്, വിത്തിൻ എ പീരീഡ് ഓഫ് 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് കമ്മ്യൂണിക്കേഷൻ. ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ശരി എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ പോരാ. എന്താ ചെയ്യേണ്ടത്? കമ്മിറ്റിയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ കമ്മിറ്റിയും ചീഫ് എക്സിക്യൂട്ടീവും രണ്ടുപേരും ലയബിളാണ്. അങ്ങനെയും ചോദിക്കാം, ആർക്കാണ് ലയബിലിറ്റി? രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒബ്ലിഗേഷൻ ഉണ്ട് ടു ഫയൽ. എന്താ ഫയൽ ചെയ്യേണ്ടത്? ഒരു വൈസ് സാറ്റിസ്ഫാക്ടറി കംപ്ലൈൻസ് റിപ്പോർട്ട്. ആരുടെ മുമ്പാകെ? ബിഫോർ ദ രജിസ്ട്രാറുടെ മുൻപാകെ വിത്തിൻ എ പീരിയഡ് ഓഫ് എത്ര നാൾക്കകം? 45 days, 45 ദിവസത്തിനകം. ഈ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാരാവൈസ് സാറ്റിസ്ഫാക്ടറി കംപ്ലൈൻസ് റിപ്പോർട്ട് കമ്മിറ്റിയും ചീഫ് എക്സിക്യൂട്ടീവിനുമാണ് അതിൻ്റെ ഒബ്ലിഗേഷൻ വരിക. അത് ഫയൽ ചെയ്യണം വിത്തിൻ എ പീരിയഡ് ഓഫ് 45 days. സോ ആ ഒരു 45 days ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോയിൻറ്റും കൂടി ആഡ് ഓൺ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാം. ഈ ഒരു വിത്തിൻ എ പീരിയഡ് ഓഫ് 30 days ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രജിസ്ട്രാറിന് ഓതറൈസ് ചെയ്യാം സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ്. ഇതിൻ്റെ പരിധിയിൽ വരുന്നത് എല്ലാവരും പരിധിയിൽ വരും, അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ ആൻഡ് ഓൾ അതർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പിന്നെ രജിസ്ട്രാർ ഏതൊക്കെ തരത്തിൽ? ഹിസ് ഓൺ മോഷനും ആവാം, ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ക്രെഡിറ്റർ. അവർ രണ്ടു കൂട്ടരിൽ നിന്നും എടുത്താലും. പിന്നെ വേറെ ഒരുപാട് പോയിന്റുകൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഈ ഒരു ക്വസ്റ്റനുമായി കണക്ട് ചെയ്യുന്ന പോയിന്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? 30 ദിവസത്തിനകമാണ് കേട്ടോ. 30 ദിവസത്തിനകമാണ് ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സൊസൈറ്റീനെ അറിയിക്കേണ്ടത്, രജിസ്ട്രാർ അറിയിക്കേണ്ടത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ്, ആൻസർ കാണേണ്ട വെച്ചിട്ടാണ് നമ്മളിങ്ങനെ മറക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ വായിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് എവിടെ ആദ്യം പോവുക? നേരെ ഉത്തരത്തിലേക്കാവും പോവുക അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം വായിച്ചെടുക്കാം, അതിനുശേഷം പതുക്കെ ഉത്തരത്തേക്ക് കിടക്കാം. ഓക്കെ, ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യണം. ആർക്കാ ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാർക്ക് മുമ്പാകെയാണ് ഫയൽ ചെയ്യേണ്ടത്. ഇഫ് എനി സൊസൈറ്റി ഫെയിലായാൽ ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ ഇൻ ടൈം, ദ രജിസ്ട്രാർ ഷാൾ ഹാവ് ദ പവർ, എന്ത് പവർ ഉണ്ട്? ടു ഇമ്പോസ് ഫൈന് ചാർത്താൻ അല്ലേ, ഫൈന് ചുമത്തും. അത് ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് സൊസൈറ്റീസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ ഇൻ ടൈം, ദ രജിസ്ട്രാർ ഷോൾ ഹാവ് ദ പവർ ടു ഇമ്പോസ് ഫൈൻ റുപ്പി ബേസ്ഡ്. അവിടെ 2 ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ് ചോദിക്കാം. ഈ ക്വസ്റ്റ്യനിൽ തന്നെ എന്താ ചോദിക്കാനുള്ളത്? ആർക്കാണ് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാർക്ക്. രജിസ്ട്രാർ എന്ത് ബേസിലാണ്? ഓൺ ദ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് സൊസൈറ്റീസ് നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കണം. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോണതിന് മുമ്പ് നമുക്കിത് കംപ്ലീറ്റ് പഠിക്കാം. 66C ആണ് ഈ സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ. എയും ബിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 66, 66A, 66B, 66C അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ 66C സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ ആണ് കേട്ടോ. 66C എന്താണ്? സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ ആണ്. പുതിയ ആഡഡ് പോയിന്റ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മിക്ക സ്ഥലത്തും നമ്മുടെ അമെൻമെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ആഡഡ് പോയിന്റ്, ന്യൂലി ആഡഡ്, അമെൻമെൻറ്റ് എന്നൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അമെൻഡഡ് പാർട്ട് ഇത്തിരി ഊന്നൽ കൊടുത്ത് പഠിക്കുക കേട്ടോ. ന്യൂലി ആഡഡ് ആണ് ഈ ഭാഗം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. ക്രെഡിറ്റ് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് ഡ്യൂലി സർട്ടിഫൈ ചെയ്യണം. ആരാ സർട്ടിഫൈ ചെയ്യേണ്ടത്? ചീഫ് എക്സിക്യൂട്ടീവ് ആണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. വിച്ച് വിൽ ബി ഡ്യൂലി റിവ്യൂ, അത് രജിസ്ട്രാർ റിവ്യൂ ചെയ്യുകയും വേണം. ആൻഡ് ദ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷാൾ ബി സബ്മിറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റിപ്പോർട്ട് ഇവാലുവേറ്റഡ് ബൈ ദ രജിസ്ട്രാർ ആഫ്റ്റർ ഈച്ച് ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിലുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള, അതായത് സബ്മിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അവർ ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കും. ഇഫ് എനി സൊസൈറ്റി എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ, അതായത് ഫെയിലായാൽ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ ഫെയിലായാൽ എന്ത് ചെയ്യും? ഒരു ഫൈൻ നോട്ട് എക്സീഡിങ് 10,000 rupees ആണ് കേട്ടോ. 10,000 കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് ദ സൊസൈറ്റി ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നോട്ട് എക്സീഡിങ് 10,000 rupees എന്നുള്ളതാണ്. ആ ഒരു ഭാഗം ഓർത്ത് വയ്ക്കുക. നോട്ട് എക്സീഡിങ് 10,000 rupees അതില്ലേ? ഓക്കെ, ബി ആയിട്ടുണ്ട്. നോട്ട് എക്സീഡിങ് 10,000 rupees എന്നതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. സെക്ഷൻ 66C സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ RCS. RCSനാണ് ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്തിന്മേൽ? ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, അത് ഡ്യൂലി സർട്ടിഫൈ ചെയ്യണം. ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? ചീഫ് എക്സിക്യൂട്ടീവ്. ആരാണ് ഡ്യൂലി റിവ്യൂ ചെയ്യേണ്ടത്? അപ്പോൾ ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ്. ഈ 2 പോയിൻറ്റും ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവും ഡ്യൂലി റിവ്യൂഡ് ബൈ ദ രജിസ്ട്രാറുമാണ്. 2 അതോറിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ഡ്യൂലി റിവ്യൂഡ് ബൈ ദ രജിസ്ട്രാർ. ദെൻ അത് രജിസ്ട്രാർക്ക് മുൻപാകെ ഈച്ച് ക്വാർട്ടറിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്താ വയ്ക്കുക? റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, അത് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫെയിലായാൽ നോട്ട് എക്സീഡിങ് 10,000 rupees എന്ത് കൊടുക്കും? ഫൈനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which section of the KCS Act 1969 specified about power of registrar or government to deal with irregularities? ഇറഗുലാരിറ്റീസിനെതിരെ ഉള്ള പവറിനെ കുറിച്ച്, രജിസ്ട്രാറിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ പവറിനെ കുറിച്ച് പറയുന്ന KCS ആക്ടിൻ്റെ സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. Which section of the KCS Act 1969 specify about power of registrar or government to deal with irregularities? ഇറഗുലാരിറ്റീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 68B ആണ് കേട്ടോ.
സെക്ഷൻ 68B പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ്. സെക്ഷൻ 68B ആണ് പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ്. അപ്പോൾ എന്ത് ഇറഗുലാരിറ്റിയുടെ കാര്യമാണ് പറയുന്നത്? മിസ്അപ്രോപ്രിയേഷൻ തന്നെയാണ് അല്ലേ. കേസസ് കിട്ടിക്കഴിയുമ്പോൾ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അതായത് മിസ്അപ്രോപ്രിയേഷൻ ആവാം, ഇറഗുലാരിറ്റീസ് കറപ്ഷൻ ആവാം, സൊസൈറ്റിയിലുള്ള കറപ്ഷൻ ആവാം. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഒക്കെ പ്രകാരം 2 ആക്ട് പറയുന്നുണ്ട്, 2 പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് 1860 അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 പ്രകാരമുള്ള ഒരു ചാർജുകൾ ചുമത്തി അത് ആർക്ക് കൊടുക്കും? അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഒക്കെയാണ്. ഏത് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതിനുവേണ്ടി ഫർദർ ആക്ഷന് വേണ്ടിയിട്ട് അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇവരല്ല ഫർദർ ആക്ഷൻസ് ഒന്നും എടുക്കുന്നത്. ഓക്കെ, ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദ ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാർ ആരാവാം മേ ഫോർവേഡ് ദ കേസസ്, ഫോർവേഡ് ചെയ്യും കേസസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള. ആർക്കാ ഫോർവേഡ് ചെയ്യുന്നത്? പോലീസ് ഓർ വിജിലൻസ് ഓർ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. 2 ആക്ട് പഠിക്കണം, ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988. അത് കഴിഞ്ഞിട്ട് സബ്സെക്ഷൻ 2 എന്താ പറയണത്? ദ രജിസ്ട്രാർ ഷാൾ ബി ദ അതോറിറ്റി ടു അക്കോർഡ് സാങ്ഷൻ ഫോർ എൻക്വയറി ഇൻവെസ്റ്റിഗേഷനൊക്കെ എന്ത് ചെയ്യണം? രജിസ്ട്രാറിനാണ് സോൾ അതോറിറ്റി ഉള്ളത് സാങ്ഷൻ കൊടുക്കാൻ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 എഗെയിൻസ്റ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓർ ഓഫീസേഴ്സ് ആൻഡ് സെർവൻസ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ഇവർക്കെതിരെയൊക്കെ എന്ത് ചെയ്യാം? അതോറിറ്റി ഉണ്ട് രജിസ്ട്രാർക്ക്. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആണെങ്കിൽ, അവിടെയാണ് ഗവൺമെൻറ് ആണെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ സാങ്ഷനിങ് അതോറിറ്റി ഇവർക്കെതിരെയുള്ള ഒരു അതോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. രജിസ്ട്രാർക്ക് അതോറിറ്റി ഉണ്ട്. ആരൊക്കെയാണെങ്കിൽ? മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആണെങ്കിൽ അധികാരമുണ്ട്, ഓഫീസേഴ്സ് ആണെങ്കിൽ അധികാരമുണ്ട്, സെർവൻസ് ഓഫ് ദ സൊസൈറ്റി ആണെങ്കിൽ അധികാരമുണ്ട്. ഇവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? രജിസ്ട്രാർ ഷാൾ ബി ദ അതോറിറ്റി ടു അക്കോർഡ് സാങ്ഷൻ ഫോർ എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ. അവരുടെ ചാർജസിനെ കുറിച്ചിട്ട് ഒഫൻസൊക്കെ തീരുമാനിക്കാം. പിന്നെ അതിനുശേഷമാണ് കേസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആണെങ്കിൽ, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ, അതായത് കുറച്ച് വലിയ അപ്പെക്സ് ലെവലിലിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ അവിടെ ഈ തീരുമാനമെടുക്കേണ്ടത്, ഈ സാങ്ഷനിങ് അതോറിറ്റി ആരാണ്? സെക്രട്ടറി ടു ഗവൺമെൻറ് ആയിരിക്കും കേട്ടോ. സഹകരണ വകുപ്പിൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടല്ലോ, അവരായിരിക്കും തീരുമാനം എടുക്കുന്നത്, സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈ ഒരു ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സെക്ഷൻ 68B ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The cooperative arbitration court shall pass an award within on receipt of dispute in accordance with the provisions of KCS Act and Rules 1969 കേട്ടോ. ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ഒരു അവാർഡ് പാസ് ചെയ്യുന്നു തർക്കത്തിനെതിരെ അല്ലേ. അപ്പോൾ അതിൻ്റെ ടൈം ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്, എത്ര നാൾക്കകം ആണെന്നാണ്. അപ്പോൾ സെക്ഷൻ 70 ആണ് എന്ത്? അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 70 ആണ് അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. അപ്പോൾ അതിൽ തന്നെ സബ്സെക്ഷൻ 1 തന്നെ പറയുന്നുണ്ട്, ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ പാസ് ആൻ അവാർഡ് വിത്തിൻ 1 ഇയർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. 1 വർഷമാണ് പറയുന്നത്, വിത്തിൻ 1 ഇയർ, 1 വർഷത്തിനകമാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത് കേട്ടോ. പാസ് ആൻ അവാർഡ് വിത്തിൻ 1 ഇയർ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഇയറാണ് ആൻസറായിട്ട് വരുന്നത്. സോ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ പാസ് ആൻ അവാർഡ് വിത്തിൻ ഓൺ റെസിപ്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് KCS ആക്ട് ആൻഡ് റൂൾസ് 1969. 1 ഇയറാണ്, 1 വർഷത്തിനകം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കമൻറ്റ് അയക്കണം കേട്ടോ. ഓക്കെ, ദ അപ്പീൽ ഫീസ് ടു ബി പെയ്ഡ് ബൈ ആൻ ആപ്ലിക്കേഷൻ ഫയൽഡ് ബൈ രജിസ്ട്രാർ സെക്ഷൻ 85 പ്രകാരം, അതായത് സെക്ഷൻ 85 പ്രകാരം അപ്പീൽ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന ആരാന്ന് നോക്കണം. രജിസ്ട്രാറാണ് കേട്ടോ, നോർമലല്ല, സൊസൈറ്റി അല്ല. ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ അവരുടെ ഫീസ് എങ്ങനെയാണെന്നാണ്, അപ്പീൽ ഫീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ അപ്ലിക്കൻ്റ് ആരാണ്? രജിസ്ട്രാറാണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ഫീ ആണോ ചോദിച്ചിട്ടുള്ളത്? 325 ആണോ, 500 ആണോ, 750 ആണോ, അതോ നോ ഫീസാണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. അത് പഠിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ റൂൾ 123
123 എന്താ പറയണത്? ഫീസ് ഫോർ അപ്പീൽസ്, റിവിഷൻസ് ആൻഡ് റിവ്യൂ. അതായത് അപ്പീൽസിനും റിവിഷൻസിനും റിവ്യൂവിനും ഉള്ള ഫീസിനെ കുറിച്ച് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫാൻസി നമ്പറാണ് 1, 2, 3 അല്ലേ. 123 സുഖമുള്ള നമ്പറാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻ അപ്പീൽസ് ആൻഡ് ഓർ ആപ്ലിക്കേഷൻസ് ബിഫോർ ദ ട്രിബ്യൂണൽ ആൻഡ് ഫീസ് അറ്റ് ദ ഫോളോയിങ് റേറ്റ്സ്. ഏതൊക്കെ റേറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ, ധനപര സംബന്ധം അല്ലെങ്കിൽ ധനസംബന്ധമായ തർക്കങ്ങളാണെങ്കിൽ 5% എമൗണ്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല. അതിന് മിനിമം 500, മാക്സിമം 3000 പറയുന്നത് കേട്ടോ. ഓക്കെ, 5% എമൗണ്ട് ഇൻവോൾവ്ഡ്, 5% എന്താ മോണിറ്ററി ഡിസ്പ്യൂട്ട്, പിന്നെ അതിന് മിനിമം 500, മാക്സിമം 3000 പറഞ്ഞിട്ട്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അമെൻമെൻറ്റ് വന്നിട്ടുള്ള ഭാഗമാണ് ഇതെല്ലാം. എലക്ഷൻ ഡിസ്പ്യൂട്ട്, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണെങ്കിൽ 3000, അതർ ഡിസ്പ്യൂട്ട് 750 പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അപ്ലിക്കേഷൻ ഫോർ റിവിഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 84, അതുപോലെ റിവ്യൂ അണ്ടർ സെക്ഷൻ 85 ആണെങ്കിൽ 325 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 325 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ പഠിച്ചു. 325 റിവിഷനും റിവ്യൂവിനും കേട്ടോ. 84, 85 ഉള്ള ആപ്ലിക്കേഷൻ എന്താണ്? 325 രൂപയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ ദ ഫീസ് ഷാൾ ബി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ നിയറസ്റ്റ് ഗവൺമെൻറ് ട്രഷറിയിലാണ് അടയ്ക്കേണ്ടത്. പിന്നെ സബ്സെക്ഷൻ 2 ആയിട്ട് എന്താ പറയുന്നത്? ഇഫ് എനി ആപ്ലിക്കേഷൻ ഫയൽഡ് ബൈ ദ രജിസ്ട്രാർ ബിഫോർ ദ ട്രിബ്യൂണൽ ആണെങ്കിൽ, അതായത് സെക്ഷൻ 85 പ്രകാരമുള്ള ആപ്ലിക്കേഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷാൾ നോട്ട് ബി നെസസറി ഫോർ, അതെന്തില്ല, പേയ്മെൻറ്റ് ഫീസ് അടയ്ക്കേണ്ട നെസസറി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീസ് അടയ്ക്കേണ്ട എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്ട്രാർക്ക് എന്തില്ല, ഫീസ് ഇല്ല, ബാക്കിയുള്ളവർക്ക് മാത്രമേ ഫീസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പണസംബന്ധമായ തർക്കങ്ങളാണെങ്കിൽ 5% എമൗണ്ട് ഇൻവോൾവഡിൻ്റെ 5%, അല്ലെങ്കിൽ മിനിമം 500, മാക്സിമം 3000 വരും. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ, എലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 3000, അതർ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 750 വരിക. എന്നാൽ ആപ്ലിക്കേഷൻ ഫോർ റിവിഷനും റിവ്യൂ ആണെങ്കിലും 84, 85 പ്രകാരമുള്ളതാണെങ്കിലും 325 രൂപയാണ്. എന്നാൽ രജിസ്ട്രാറാണ് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്തില്ല, നോ ഫീസ്. അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. നോ ഫീസാണ് ഇവിടെ ഉത്തരമായിട്ട് വരും. സബ്സെക്ഷൻ 2 കറക്റ്റായിട്ട്, സബ് റൂൾ 2 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്യേണ്ടത് റൂൾ 123 സബ് റൂൾ 2 ആണ് കേട്ടോ. അവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫീസില്ല എന്ന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ എലക്ഷൻ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അടയ്ക്കുന്ന എലക്ഷൻ ഫീസ് കേട്ടോ. ഫോർ ദ എലക്ഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി, അവരുടെ മാനേജിങ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അടയ്ക്കുന്ന ഇലക്ഷൻ്റെതാണ്. അപ്പോൾ അത് 35E പറയുന്നത് കേട്ടോ. 35E. അപ്പോൾ ഈ ഭാഗം ചോദിച്ചിട്ടുണ്ട്, കുറച്ച് കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ്. 35E ഒളിച്ച് കിടപ്പുണ്ട് കേട്ടോ. പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഒളിച്ചിരിപ്പുണ്ട് 35E. അതിൽ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് പഠിക്കാം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ പേ എ ഫീ ഫോർ എലക്ഷൻ ടു ഗവൺമെൻറ് സെപ്പറേറ്റ്ലി ഫോർ കണ്ടക്ടിങ് ആൻ എലക്ഷൻ ടു ദ മാനേജിങ് കമ്മിറ്റി സെപ്പറേറ്റ് ആണെങ്കിൽ, അതുപോലെ ടു ദ RGB ആണെങ്കിലും അടയ്ക്കണം. അപ്പോൾ ഇപ്പോൾ SCUവിൻ്റെയും CCUവിൻ്റെയും ഇലക്ഷനൊക്കെ എവിടെയാണ്? നമ്മുടെ ഈ ഒരു സഹകരണ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ അടിയിൽ തന്നെയാണല്ലോ, അവർ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. കോപ്പറേറ്റീവ് ഇലക്ഷൻ എൻ്റെ ബോർഡിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫീസ് നമുക്ക് പഠിക്കാം. അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിലും അതുപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിലും ഒരേ എമൗണ്ടാണ്, 7500 കേട്ടോ. അതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ അല്ലേ? അതെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ എത്ര റെമിറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 7500 ഉത്തരം. ഓക്കെ, അപ്പോൾ 7500 പഠിച്ചു. അപ്പെക്സ് ആണെങ്കിലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിലും 7500. എന്നാൽ സെൻട്രൽ ഫെഡറൽ സൊസൈറ്റീസ് ഉണ്ടല്ലോ, അവർക്ക് 4500 കേട്ടോ. സെൻട്രലും ഫെഡറലും ഉള്ള സൊസൈറ്റീസ്. ക്രെഡിറ്റ് സൊസൈറ്റീസിനും ഹൗസിംഗ് സൊസൈറ്റീസിനാണെങ്കിൽ 3000. സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റിക്ക് 4500. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസിന് 3000. മറ്റു സൊസൈറ്റികളും അതുപോലെ നമ്മുടെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ 1500 കേട്ടോ. ഓക്കെ, ഇനി ദ ഫോളോയിങ് ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് ആർ, ഏതൊക്കെയാണ് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത്? എലക്ഷൻ എല്ലാവർക്കും എലക്ഷൻ ഫീസ് അടയ്ക്കേണ്ട, കുറച്ച് ആൾക്കാർക്ക് എക്സംഷൻ ഉണ്ട്. അത് ആർക്കൊക്കെയാണെന്ന് പഠിച്ചിട്ട് പോവാം.
എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് SC/ST ആയത്, അല്ലെങ്കിൽ സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസ്, അങ്ങനെയൊക്കെയുള്ള ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്, ഈ ഒരു പേയ്മെൻറ്റ് ഓഫ് എലക്ഷൻ ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അതുപോലെ എല്ലാ സ്കൂൾ സൊസൈറ്റീസും എക്സംപ്റ്റഡ് ആണ്. ആദ്യത്തെ എലക്ഷൻ, എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് എലക്ഷൻ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ്, 3 കണ്ടീഷൻസും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഉത്തരം 7500 ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 35E കണക്ട് ചെയ്യുക. പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീ ആണ്. എന്ത് ഫീ ആണ്? എലക്ഷൻ ഫീ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ CCUവിൻ്റെ എത്രയായിരുന്നു? 1500 ആയിരുന്നു കേട്ടോ. SCUവിൻ്റെ 7500. പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കണം, എല്ലാ സ്കൂൾ സൊസൈറ്റീസും അതുപോലെ സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് ഇലക്ഷനൊക്കെ എക്സംപ്റ്റഡ് ആണ്. എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും മെജോറിറ്റി SC/ST ആവണം, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് വെൽഫെയർ ഓഫ് ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസ് ആണെങ്കിൽ ഇത്ത കാര്യമാണ് പറഞ്ഞത്, എക്സംപ്റ്റഡ് ആണെന്ന് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? അണ്ടർ സെക്ഷൻ 71 പ്രകാരം 71 വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ അത് പ്രകാരം കാരണമല്ലാത്തതാണ്, നോട്ട് എ റീസൺ ആണ് കേട്ടോ. വെറും റീസൺ അല്ല, നോട്ട് എ റീസൺ, കാരണമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കാരണങ്ങൾ പഠിക്കാം. പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ: ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റിൽ നിന്നും കുറയുകയാണെങ്കിൽ എന്താണ്, സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യേണ്ട ഓർഡർ കൊടുക്കും. വൈൻഡപ്പ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തുടങ്ങണം. ദ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ് കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 6 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് അവർ ലാഭമില്ലാതെ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷേ അങ്ങനെ ഒരു ഫാക്റ്റ് വരുന്നില്ല കേട്ടോ, അതവിടെ നിൽക്കട്ടെ. സൊസൈറ്റി ഫെയിൽസ് ടു കമൻസ് ഇറ്റ്സ് ബിസിനസ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി 6 മാസമായിട്ടും അവർ എന്ത് ചെയ്തിട്ടില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് ജനറൽ ബോഡി ഒന്നും കൂടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ടായിട്ടില്ല. ആ ഒരു കാരണം കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, വൈൻഡപ്പ് നടക്കാം. അടുത്ത കാരണമാണ് നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ്. ഇപ്പോൾ പ്രത്യേകം ഒരു വിഭാഗത്തിന് വേണ്ടി ഉന്നമനം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരുടെ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ് കുറയാൻ പാടില്ല. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ, ഇപ്പോൾ ചെത്തുതൊഴിലാളി യൂണിയൻ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ, അപ്പോൾ അവർക്ക് ഇത്ര പെർസെൻറ്റേജ് അവർ വേണം എന്നുണ്ടാവും. അത് കുറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, വൈൻഡപ്പ് ഓർഡർ പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാരണമാണ് പറഞ്ഞത്. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോൾസ് ബിലോ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിലും കുറയുക, മെമ്പേഴ്സ്. ഓക്കെ, പിന്നെ സൊസൈറ്റി ഫെയിൽസ് ടു കമൻസ് ബിസിനസ് വിത്തിൻ 6 മാസമായിട്ടും പിന്നെ ബിസിനസ് കമൻസ് ചെയ്യാൻ പറ്റായ്മ. അതുപോലെ തന്നെ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ്, പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ് ഇൻ കേസ് ഓഫ് എ സൊസൈറ്റി ഫോംഡ് ഫോർ ദ വെൽഫെയർ ഓഫ് പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ഒക്യുപ്പേഷൻ. അവരുടെ ഉന്നമനത്തിനായി തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ അവരുടെ എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിലും താഴോട്ട് പോകാൻ പാടില്ല. ഈ കാരണങ്ങൾ. പക്ഷേ ഈ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ് കണ്ടിന്യൂസ്ലി ഓവർ 6 years അങ്ങനെ ഒരു പോയിൻ്റ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ തെറ്റായിട്ട് വരിക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എവറി ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ ആപ്ലിക്കേഷനാണ് സെക്ഷൻ 85 പ്രകാരമുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കാം. ഇതൊക്കെ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഫോം നമ്പർ 15 ഫോം ഓഫ് അപ്പീൽ ടു ട്രിബ്യൂണലാണ്. ഫോം നമ്പർ 16 റിവ്യൂവിനുള്ള, മറ്റേത് അപ്പീലാണ്, അപ്പീൽ ടു ട്രിബ്യൂണലാണ്. ഫോം 16 റിവ്യൂ ടു ട്രിബ്യൂണൽ. അപ്പോൾ ഉത്തരമായിട്ട് വരികയാണ് ഫോം 16. 15, 16, 17, 18 വന്നിട്ടുണ്ട്. അപ്പോൾ 15 ഫോം ഓഫ് അപ്പീൽ ടു ട്രിബ്യൂണലാണ്. 16 ഫോം ഓഫ് റിവ്യൂ ടു ട്രിബ്യൂണലാണ്. 17 ഈ ഒരു എല്ലാ പ്രിൻസിപ്പൽ ആപ്ലിക്കേഷൻസും അതർ ദാൻ അപ്പീലും റിവ്യൂ. അപ്പോൾ അപ്പീൽ നമ്മൾ ഫോം നമ്പർ 15 കൊടുക്കും, റിവ്യൂ നമ്മൾ 16 കൊടുക്കും. അതർ ദാൻ അപ്പീൽ ആൻഡ് റിവ്യൂ ആണ് ഫോം നമ്പർ 17 മേടിക്കുന്നത്. ഓക്കെ, 18 ഫോം ഓഫ് ഇൻ്റർലൊക്കേറ്ററി ആപ്ലിക്കേഷൻ ടു ട്രിബ്യൂണലാണ്. അപ്പോൾ അതാണ് ഫോം പറയാനുള്ളത്. ഫോം നമ്പർ 15 എന്താണ്, ഫോം ഓഫ് അപ്പീൽ ടു ട്രിബ്യൂണലാണ്. ഫോം നമ്പർ 16 റിവ്യൂ ടു ട്രിബ്യൂണലാണ്. 17 എല്ലാ പ്രിൻസിപ്പൽ ആപ്ലിക്കേഷൻസും അതർ ദാൻ അപ്പീൽ ആൻഡ് റിവ്യൂ, അത് പറഞ്ഞിട്ടുള്ളത് ഫോം നമ്പർ 17. പിന്നെ ഫോം നമ്പർ 18 പറഞ്ഞിട്ടുള്ളത്, അത് ഇൻ്റർലൊക്കേറ്ററി ആപ്ലിക്കേഷൻ ടു ട്രിബ്യൂണലാണ് കേട്ടോ. ഇടക്കാല ഉത്തരവ് ആപ്ലിക്കേഷൻ പുറപ്പെടുവിച്ച് നൽകുന്നതാണ് ഫോം നമ്പർ 18 ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇച്ചിരി ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക,
സമാധാനമായിട്ട് കണ്ട് പോയിന്റുകളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല, മുഴുവൻ കാണണം കേട്ടോ. മുഴുവൻ കണ്ട് നിങ്ങളുടെ അറിയാത്ത പോയിന്റുകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെക്കുക. അതിൻ്റെ നോട്ട് നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ കോപ്പറേറ്റീവിലൂടെ കോഴ്സിൽ ഇതും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസ്പോസ് ചെയ്തില്ല രജിസ്ട്രാർ മുമ്പാകെയാണല്ലോ നമ്മളിത് രജിസ്റ്റർ ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് വേണ്ടപ്പെട്ട രേഖകളൊക്കെ സഹിതം രജിസ്ട്രാർ അത് വാങ്ങി വെച്ചു. പക്ഷെ ഒന്നും ഉണ്ടെന്നില്ല എന്ന് വിചാരിക്കാം, ഡിസ്പോസ് ചെയ്തില്ല. അപ്പോൾ ഈ അപ്ലിക്കൻ്റ് മേക്ക് ഒരു റെപ്രസെൻറ്റേഷൻ, നിവേദനം എന്നൊക്കെ പറയില്ലേ, നമ്മളത് ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് മുമ്പാകെ ആസ് ദ കേസ് മേ ബി. അപ്പോൾ ഒരു താഴെയുള്ളതാണ് രജിസ്ട്രാർ ആണെങ്കിൽ ഇപ്പോൾ രജിസ്ട്രാറിനും മുകളിലുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ടൈമാണ് വിത്തിൻ ഡാഷ് ടൈം ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി, എത്ര നാൾക്കകം കൊടുക്കണം സച്ചിന് പ്രിസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ടൈം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് 7 സബ്സെക്ഷൻ 2 തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേർ ദ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺ. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ റീസൺസ് അധികം 15 ദിവസത്തിനകമാണ് എന്ത് ചെയ്യേണ്ടത്, 15 ദിവസത്തിനകം കേട്ടോ. 15 ദിവസത്തിനകം സ്പെസിഫൈഡ് ടൈം, പിന്നെ 15 ദിവസത്തിനകം എന്ത് ചെയ്യണം, വെറുതെ രജിസ്ട്രാർ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മുടെ സൊസൈറ്റീനെയാണല്ലോ അല്ലെങ്കിൽ അപ്ലിക്കൻസിനെയാണല്ലോ, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഡേറ്റാണ് ഈ 15 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, വെറുതെ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി ഹി ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് റീസൺസ് ദെർഫോർ വിത്തിൻ 15 ഡേയ്സ് ഓഫ് സച്ച് ഓർഡർ ടു സച്ച് ദ അപ്ലിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ടൈം ലിമിറ്റ് വന്നു, അത് 15 ഡേയ്സ്. അതിവിടെയല്ല, അതിവിടുത്തെ അല്ല, അത് റെഫ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവരെ അറിയിക്കണം. റിഫ്യൂസൽ എന്തുകൊണ്ട് ഞാൻ റെഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് 15 ദിവസത്തിനകം കൊടുക്കേണ്ടത്. അത് 7-3 പറഞ്ഞിട്ടുണ്ട്, ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്റ്റർ വിത്തിൻ 60 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ കിട്ടി 60 ഡേയ്സിനകം അവർ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ രണ്ടാമത് വന്നത് ഡിസ്പോസലിൻ്റെ പീരിയഡാണ്. ഓക്കെ, വിത്തിൻ 60 ഡേയ്സ് എന്താണ്, ഡിസ്പോസലിൻ്റെ പീരിയഡാണ്. ഓക്കെ, പിന്നെ വേർ ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ നമുക്കൊരു റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാം. അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു നിവേദനം കൊടുക്കാം. ബിഫോർ ദ രജിസ്ട്രാർ ആണെങ്കിൽ ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് മെയ്ഡ് ടു എ പേഴ്സൺ ഓർ ഹൂം ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഈസ് കൺഫേർഡ് അണ്ടർ സബ്സെക്ഷൻ 2, 3-2 പ്രകാരം, അതായത് 2 രജിസ്ട്രാർ ഉണ്ട്, 3-1 പ്രകാരം ഒറിജിനൽ രജിസ്ട്രാർ, 3-2 പ്രകാരം കൺഫേർഡ് ചെയ്ത്, അതായത് അധികാരം കൺഫർ ചെയ്ത് കിട്ടിയ വ്യക്തി. ഓക്കെ, ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയ വ്യക്തി. അപ്പോൾ 3-2 പ്രകാരം ഉള്ള ആളാണ് റിജക്റ്റ് ചെയ്തതെങ്കിൽ ഒറിജിനൽ രജിസ്ട്രാർക്ക് കൊടുക്കാം, 3-1 പ്രകാരമുള്ള രജിസ്ട്രാർക്ക് കൊടുക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. അപ്പോൾ രജിസ്ട്രാറാണ് നമ്മുടെ റിജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഈ ഒരു എന്ത് പറയണം, റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ ഈ റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യുന്ന ഒരു ടൈം ലിമിറ്റ് നമ്മുടെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അങ്ങോട്ട് കൊടുക്കാനുള്ള ടൈം ലിമിറ്റ് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോ ടൈം ലിമിറ്റ് എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ടൈം ലിമിറ്റിനെ കുറിച്ച് ഇവിടെ എവിടെയും കേട്ടിട്ടില്ല. ആദ്യത്തെ ടൈം ലിമിറ്റ് 15 ഡേയ്സിനകം റിഫ്യൂസലിൻ്റെ ടുഗദർ വിത്ത് റീസൺസ് രജിസ്ട്രാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ആപ്ലിക്കൻറ്റിന്. രണ്ടാമത്തെ വിത്തിൻ 60 ഡേയ്സ് അതിന് ഡിസ്പോസൽ പീരിയഡാണ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കൊടുത്തു, അതിന് ഡിസ്പോസൽ ബൈ ദ രജിസ്ട്രാർ പീരിയഡാണ് വിത്തിൻ 60 ഡേയ്സ് എന്ന് പറയുന്നത്. അവിടെ ഫെയിലായി, അതായത് ആൾ ഒന്നും ചെയ്തില്ല പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യുന്നത്. അതിന് സമയപരിധിയില്ല. പക്ഷേ നമ്മൾ റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞു ബിഫോർ ദ ഗവൺമെൻറ് ഓർ ആസ് ദ കേസ് മേ ബി രജിസ്ട്രാർ, അപ്പോൾ പിന്നെ തരേണ്ട, അതായത് വിത്തിൻ 60 ഡേയ്സ് ആണ് കേട്ടോ. റെപ്രസെൻറ്റേഷൻ ലഭിച്ച് 60 ദിവസത്തിനകം നമുക്ക് എന്ത് ചെയ്യണം, റിപ്ലൈ കിട്ടണം. ഓക്കെ, റിപ്ലൈ കിട്ടണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 60 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് റെപ്രസെൻറ്റേഷൻ ഇഷ്യൂ ഡയറക്ഷൻ കൺസേൺഡ് അതോറിറ്റിക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യും, അതാണ് ചെയ്യുക. നേരിട്ട് തീരുമാനം രജിസ്ട്രാർ എടുക്കുകയല്ല, പക്ഷേ അതോറിറ്റി കൺസേൺഡിനോട് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ഓൺ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ അതോറിറ്റി കൺസേൺഡ് ഷാൾ കംപ്ലൈ വിത്ത് സച്ച് ഡയറക്ഷൻ, ആ ഡയറക്ഷൻ കംപ്ലൈ ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇവിടുത്തെ ടൈം ലിമിറ്റ് 3 പ്രധാനമായി പറഞ്ഞത്. ആദ്യത്തെ 15 ദിവസം റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺസ് ടു ദ ആപ്ലിക്കൻറ്റ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് വിത്തിൻ 60 ഡേയ്സ് ആണ്. ആ 60 ഡേയ്സ് എന്താ വെച്ചാൽ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ഡിസ്പോസ് ചെയ്ത് കൊടുക്കാനുള്ള സമയമാണ്. ഈ വിത്തിൻ 60 ഡേയ്സ് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാം. ആസ് ദ കേസ് മേ ബി ഗവൺമെൻറ്റിനാവാം അല്ലെങ്കിൽ രജിസ്ട്രാർക്കാവാം. ഓക്കെ, അതിൻ്റെ ഡിസ്പോസൽ പീരീഡാണ് വിത്തിൻ 60 ഡേയ്സ് കേട്ടോ. അത് നമുക്ക് റിപ്ലൈ കിട്ടേണ്ടത് വിത്തിൻ 60 ഡേയ്സ് ആണ്. അങ്ങോട്ട് എത്ര നാൾക്കകം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നോ ടൈം ലിമിറ്റാണ് അവിടെ പഠിച്ചു വെക്കേണ്ടത്. അങ്ങോട്ട് കൊടുക്കാനില്ല, ഇങ്ങോട്ട് 60 ഡേയ്സിനകം മറുപടി കിട്ടുകയും വേണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 70A ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 70A ആണ്. 70A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണോ, കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് ആണോ, ആർബിട്രേഷൻ കോർട്ടാണോ, കൺസോർഷ്യം ആണോ എന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻ 70A എന്താണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 70A പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്താണ്? സച്ച് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നെസസറി ടു എക്സസൈസ് ദ പവേഴ്സ് ഒക്കെ ഗവൺമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പ്രിസൈഡിങ് ഓഫീസർ, ആർബിട്രേഷൻ കോർട്ടിൽ പ്രിസൈഡിങ് ഓഫീസർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ റാങ്ക് പഠിക്കണം. ആൻ ഓഫീസർ ആൻഡ് അബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്. ഓക്കെ, ആൻ ഓഫീസർ ഓഫ് ആൻഡ് അബവ് ദ റാങ്ക് ഓഫ് എ മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ് ആയിരിക്കണം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലെ പ്രിസൈഡിങ് ഓഫീസർ. ഓക്കെ, ദ ഗവൺമെൻറ് ഷാൾ മേക്ക് റൂൾസ് ഫോർ റെഗുലേറ്റിംഗ് ഡിസ്പോസലിനും കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ് റൂൾസ് റെഗുലേറ്റ് ചെയ്യും, ഉണ്ടാക്കും കേട്ടോ. ഉണ്ടാക്കുന്നത് മാത്രമല്ല റെഗുലേറ്റ് ചെയ്യും, നിയന്ത്രണമുണ്ട്. ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാർ ആണ് ഷാൾ അപ്പോയിൻറ്റ് ആസ് മെനി ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് മേ ബി നെസസറി ടു അസിസ്റ്റ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഓഫീസേഴ്സിനെയും ഒന്നെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർ ഷാൾ അപ്പോയിൻറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ദ ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് റിഫർ ടു ഇൻ സബ്സെക്ഷൻ 4 ഷാൾ കണ്ടിന്യൂ ടു ഗവൺമെൻറ് servants for all purposes and their terms and conditions of service shall continue to be same as applicable to them under the government. അപ്പം ഈ ഓഫീസേഴ്സിനും എംപ്ലോയീസിനും അവരുടെ ഗവൺമെൻറ് സർവീസ് ഹിസ്റ്ററിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ പണിക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം എന്തായിരുന്നു? സെക്ഷൻ 70 എന്താണെന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 70 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സസൈസ് ദ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ ഫങ്ഷൻ. അടുത്തത് പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ബി ആൻ ഓഫീസർ ആൻഡ് അബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 685 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡസ് നോട്ട് കോപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിക്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം, 2 പേഴ്സണാണ് കോപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത്ര നാൾക്കകം കോപ്റ്റ് ചെയ്യണം എന്നുണ്ട് കേട്ടോ. അങ്ങനെ കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നോമിനേഷൻസ് ആർക്കാണ് പിന്നെ പവർ ഉള്ളത്, അതിൻ്റെ നോമിനേഷൻസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയാണ് 28. അതിൽ 1G എന്ന് പറഞ്ഞ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ 28-ൽ 1 എന്താ പറയണതെന്ന് പറയാം. 28-ൽ 1 പറയണത് നമ്മുടെ ജനറൽ ബോഡീനെ കുറിച്ചാണ്. ജനറൽ ബോഡി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു കമ്മിറ്റി. അതിൻ്റെ പീരീഡ് എത്രയാണ്? 5 വർഷമാണ് പറയണത് കേട്ടോ. 5 വർഷമാണ്. പിന്നെ പ്രത്യേകിച്ചും അതിൻ്റെ കാലാവധി നോക്കുമ്പോൾ ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ വിൽ ബി ടേക്കൺ ടു ബി ദ ടേം ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റിയുടെ ടേമായി കൺസിഡർ ചെയ്യുക എന്താണ്? ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ തൊട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു ബി ദ ടീം ഓഫ് ദ ടേം, കമ്മിറ്റിയുടെ ടേം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 28(1) കേട്ടോ. അപ്പോൾ 28(1) G ആണ് ഈ ഒരു പോയിൻ്റ് കിടക്കുന്നത്. പിന്നെ 1A പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ 7ഉം 15ഉം ഉണ്ടല്ലോ, ലെസ് ദാൻ, അതായത് ഷാൾ നോട്ട് ലെസ് ദാൻ 7 ആവണം. അതുപോലെ തന്നെ ഷാൾ നോട്ട് എക്സീഡ് 15 ആവണം. PSCSൻ്റെ കാര്യമാണ് പറയുന്നത്. മിനിമം 7ഉം മാക്സിമം 15ഉം. എന്നാൽ 21 ആളാണ് അതർ ടൈപ്സിൽ കേട്ടോ. ഓക്കെ, അതർ ടൈപ്സിൽ 21 പേരാണ് വേണ്ടത്. മറ്റത് 15 ആണ്, മറ്റത് 21 ആണ്.
അപ്പോൾ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യം 28(1)(g) മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എല്ലാ ക്ലോസും ഡിസ്കസ് ചെയ്യുമ്പോൾ സമയം പോട്ടോ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട്, 40 മിനിറ്റ് ആവാനായിട്ടുണ്ട്, 39 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. 28(1)(g) കോപ്റ്റ് ചെയ്ത 2 പേഴ്സൺസിനെയാണ് കോപ്റ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. കമ്മിറ്റി ഇൻ ഓഫീസ് ആ 2 പേഴ്സണെയാണ് കോപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ 2 പേഴ്സൺ എന്ന് നോക്കണം. അവർ പെയ്ഡ് സർവീസിലുള്ളവരായിരിക്കും. പെയ്ഡ് സർവീസിൽ നിന്നാണ് അവരതിനെ എടുക്കുന്നത്. കോപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എടുക്കുകയാണ്. അപ്പോൾ ആ എടുക്കുമ്പം അവർ പെയ്ഡ് സർവീസിലായിരിക്കും. കൊമേഴ്ഷ്യൽ ബാങ്കിലാവാം, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാവാം, അർബൻ ബാങ്കിലാവാം, അതുപോലെ KS കാർഡ് ബാങ്കിലോ P കാർഡ് ബാങ്കിലോ ആവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മാനേജറിയൽ കാഡറിൽ സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ഈ സമയത്ത് ഇതിലുള്ള ഒരു മാനേജറിയൽ കാഡറിലുള്ള ആളായിരിക്കും. അവരെയാണ് ഈ കോപ്റ്റ് ചെയ്യേണ്ടത് 28(1)(g) പ്രകാരം കേട്ടോ. അപ്പോൾ ഈ സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സിന് കുറച്ച് കാര്യങ്ങളില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് വേഗം ഓടിച്ചിട്ട് പോകാം കേട്ടോ. സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സിന് മാക്സിമം എന്താ പറയുക, ഇൻ അഡീഷൻ ടു ദ മാക്സിമം ലിമിറ്റ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1A, അത് കോപ്റ്റഡ് മെമ്പേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ 7ഉം 15ഉം. പക്ഷേ ഇവരെ നമ്മൾ എണ്ണുമ്പോൾ കൂട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എണ്ണുമ്പം അത് കൂട്ടില്ല. പ്രൊവൈഡഡ്, അതായത് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പം അവരുടെ എണ്ണം നമ്മൾ കണക്ക് കൂട്ടില്ല. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സ് ഷാൾ നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അപ്പോൾ ഇവരുടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കോപ്റ്റഡ് മെമ്പേഴ്സിന് ഇല്ലാത്തത് വോട്ടിംഗ് റൈറ്റ് ഇല്ല. റൈറ്റ് ടു വോട്ട് ഇൻ എനി ഇലക്ഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദെയർ കപ്പാസിറ്റി ആസ് സച്ച് മെമ്പർ. അതുപോലെ തന്നെ ഈസ് നോട്ട് എലിജിബിൾ ടു ബി എലക്റ്റഡ് ആസ് ഓഫീസ് ബെയർ. ബോർഡിലെ ഓഫീസ് ബെയറായിട്ട് ഈ പദവി പെയ്ഡ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഓഫീസ് ബെയറായിട്ട് ഇരിക്കാൻ പാടില്ല. ഓഫീസ് ബെയറിൽ എലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ ഒരു സ്ഥലത്തും ഇല്ല. റൈറ്റ് ടു വോട്ട് ഇല്ല. ഓക്കെ, അതൊന്ന് പഠിച്ചാൽ മതി. കോപ്റ്റഡ് മെമ്പേഴ്സിന് റൈറ്റ് ടു വോട്ട് ഇല്ല. എന്നാൽ പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ഓൾസോ ബി മെമ്പർ ഓഫ് ദ ബോർഡ്. സച്ച് മെമ്പേഴ്സ് ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫോർ ദ പർപ്പസ് ഓഫ്. കൗണ്ട് ചെയ്യണം, മെമ്പേഴ്സിനെ കൗണ്ട് ചെയ്യുമ്പം ഇവരെ കുറച്ചിട്ട് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ എന്നും ഓർത്ത് വയ്ക്കുക. കമ്മിറ്റി ഡിസ് നോട്ട്, ഇനി കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ 6 മാസത്തിനകം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 6 മന്ത്സിനകം ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 6 മന്ത്സാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ട കാലാവധി എന്ന് പറഞ്ഞു. 6 മാസത്തിനകം എന്ത് ചെയ്യണം, കോപ്റ്റ് ചെയ്യണം ആളുകളെ. കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആരാണ് പിന്നെ, കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 മാസത്തിനകം ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാർ, അവരാണ് ഡ്യൂ നോട്ടീസ് ഇതാക്കി അത്തരത്തിലുള്ള നോമിനേഷൻസ് നടത്തുന്നത്. ഓക്കെ, നോമിനീനെ തീരുമാനിക്കുന്ന പോലെ നോമിനേഷൻസ് നടത്തുന്നത്. അപ്പോൾ 6 മന്ത്സും അതുപോലെ തന്നെ നമ്മുടെ ഉത്തരം എന്താണ്, ദ ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാറുമാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ അതെവിടെയാണെന്ന് നോക്കാം കേട്ടോ. 6 മന്ത്സും ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാറും. ഓക്കെ, ഇവിടെ ഉണ്ട് 6 മന്ത്സും ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാറും ഉണ്ട്. അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് വരിക. ഇഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡസ് നോട്ട് കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ വിത്തിൻ 6 മന്ത്സ്, 6 മാസമായിട്ടും കോപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, അവർക്കാണ് പവറുള്ളത്. ആർക്കാണ് പവറുള്ളത്, ഗവൺമെൻറ് ഓർ ദ രജിസ്ട്രാർ ഷോൾ ഹാവ് ദ പവർ ടു മേക്ക് നോമിനേഷൻസ് നടത്താൻ. ഏത് പ്രകാരം, 28(1)(g) പ്രകാരം നോമിനേഷൻസ് നടത്താനുള്ള അധികാരം ഗവൺമെൻറ്റിനും രജിസ്ട്രാറിലും നിക്ഷിപ്തമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കാം. പിന്നെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായി വായിച്ചു നോക്കാം കേട്ടോ, നോട്ടിടുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വൈൻഡ് അപ്പ്. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, 14A സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കണം ജനറൽ ബോഡിയിൽ എന്ന് പറഞ്ഞു. അതിൻ്റെ മെജോറിറ്റിയാണ് ചോദിച്ചത്. ജനറൽ ബോഡിക്ക് എത്ര മെജോറിറ്റി വേണം എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ സിമ്പിൾ മെജോറിറ്റിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. വൈൻഡപ്പ് ചെയ്യണം എന്നൊരു ക്ലോസ് അവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, തുടങ്ങാനും സിമ്പിൾ മെജോറിറ്റി തന്നെയാണ്, എ മെജോറിറ്റി എന്നാണ് പറയുക. അതായത് സിമ്പിൾ മെജോറിറ്റി എന്നതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വൈൻഡ് അപ്പ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ, 14A പ്രകാരമുള്ള സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ റെസൊല്യൂഷൻ പാസ്സാക്കണം. സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി ജനറൽ ബോഡിയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ 14A നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 14A ഒന്ന് നോക്കിയിട്ട് പോകാം അല്ലേ.
14A പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ആണ്. 14A എന്താ പറയണത്? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അവർ തന്നെ? എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് അല്ലേ? മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള റെസൊല്യൂഷൻ ജനറൽ ബോഡിയിൽ പാസ്സാക്കണം. മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. മെജോറിറ്റി എന്ന് വെച്ചാൽ സിമ്പിൾ മെജോറിറ്റിയാണ് കേട്ടോ. പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് വേണം. എന്നിട്ട് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് 1 or more സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ ഫ്രം ദ ടീം. ആ സമയത്തുള്ള ഏത് ലോ അല്ലാച്ച രജിസ്റ്റർ ചെയ്യാം. ഫോർ ദ ഫർദറൻസ് ഓഫ് ഇറ്റ് സ്റ്റേറ്റഡ് ഒബ്ജക്ട്സ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ. പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് രജിസ്ട്രാറിൽ നിന്നുള്ള പ്രയർ അപ്രൂവൽ വേണം. എന്തെങ്കിലും ഒരു അഡീഷനായിട്ട് ഇവരെന്തെങ്കിലും കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇവർ പറഞ്ഞിട്ടുള്ളതെന്നും വ്യതിചലിച്ച് അല്ലെങ്കിൽ ഇത്തിരിയും കൂടി ഇവരുടെ ഫങ്ഷൻസ് ഫർദറൻസ് ആക്കുകയാണെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ നിർബന്ധമാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു സിമ്പിൾ ലൈനാണ്. ഫോർ ദ ഫർദറൻസ് ഓഫ് ഇറ്റ് സ്റ്റേറ്റഡ് ഒബ്ജക്ട്സ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൽ നിന്നും എന്തെങ്കിലും ഫർദറൻസ് നടത്തുന്നുണ്ടെങ്കിൽ ആരിൽ നിന്ന് പെർമിഷൻ വേണം? പ്രയർ അപ്രൂവൽ വേണം. രജിസ്ട്രാറിൽ നിന്നും പ്രയർ അപ്രൂവൽ വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല, സിമ്പിൾ മെജോറിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ജസ്റ്റ് കണ്ടൻറ് ഒന്ന് ഓടിച്ച് പോകണമെന്നുള്ളൂ കേട്ടോ. എനി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടർ അണ്ടർ സെക്ഷൻ 1 ഷാൾ എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ്. ജനറൽ ബോഡി നിലനിൽക്കുന്ന കാലം മാത്രമേ എന്തുള്ളൂ? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളൂ. ജനറൽ ബോഡി ഇല്ലാണ്ടായ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആസ് യൂഷ്വൽ ഇല്ലാണ്ടാവും കേട്ടോ. Provided that the cooperative society while promoting such subsidiary institution shall not transfer or assign its substantive part of business or activities undertaken in furtherance of its stated objects to such subsidiary institutions. അതായത് പിന്നെ കുറേ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരുമിച്ച് നമ്മുടെ ലോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് ആ ഭാഗം നമ്മൾ എടുത്താണല്ലോ. അപ്പോൾ ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ്. അടുത്തത് ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് മിൽമയുടെയും RCMBയുടെയും അത് സ്പെസിഫൈ ചെയ്യുന്നത് ഏത് റൂളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് മിൽമ ആൻഡ് RCMBU ഷാൾ ബി സ്പെസിഫൈഡ് ഇൻ ഏത് റൂളിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 170A ഉണ്ട്, 178A ഉണ്ട്, 43B ഉണ്ട്, 56A ഉണ്ട്, എല്ലാം പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 170A നോക്കാം. 170A എന്താണ്? ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് അല്ലേ? അതാണ് 170A അതാണ്. അപ്പോൾ ഉത്തരം എന്താണ്? 170A ആയിരിക്കും. ഓക്കെ, ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് ഈ ഒരു മിൽമ, അതായത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നുള്ള ഫുൾ നെയിം അവരുടെ. അതും അവരുടെ RCMBU എന്ന് വെച്ചാൽ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനും. അപ്രൂവ്ഡ് ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഓഡിറ്റിന് വേണ്ടിയിട്ടോ. മിനിമം 10 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ ഓർ മാനേജറിയൽ കാഡറിൽ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ഫേംസിൽ അല്ലെങ്കിൽ ഡയറി ഇൻഡസ്ട്രിയിലോ എന്തെങ്കിലും ഗ്രാജുവേഷൻ ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വേണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ വേണം. ISO ഓഡിറ്റ് എക്സ്പീരിയൻസ് പ്രിഫറബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദ ഫീസ് ഓർ റെമ്യൂണറേഷൻ ഫോർ പെർഫോമൻസ് ഓഡിറ്റ് ഷാൾ ബി ഫിക്സഡ് ബൈ ഫങ്ഷണൽ രജിസ്ട്രാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷണൽ രജിസ്ട്രാറാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ആ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഫീസും റെമ്യൂണറേഷനും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഫങ്ഷണൽ രജിസ്ട്രാറാണ്. ഓക്കെ, ദ അപ്പെക്സ് സൊസൈറ്റി ഷാൾ പ്രിപ്പയർ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സിന് ഏജൻസീസ് വിത്തിൻ 1 month ഒരു മാസത്തിനകം ഫ്രം ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് സബ്മിറ്റ് ടു രജിസ്ട്രാർക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സമർപ്പിക്കുകയാണ് ചെയ്യുക. ഓൺ റിസീപ്റ്റ് ഓഫ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ ആണെങ്കിൽ ഷാൾ വെരിഫൈ ദ പ്രൊപ്പോസ്ഡ് പാനലിനെ വെരിഫൈ ചെയ്യും. മേ മേക്ക് നെസസറി ചേഞ്ചസ് ആസ് ഹി തിങ്സ് വിറ്റ് ആൻഡ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്ന് നോക്കും. മേ ഐദർ അപ്രൂവ്ഡ് ഓർ റിട്ടേൺ, ഒന്നുകിൽ അപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതിന് ഡിസ്പോസൽ പീരീഡാണ് വിത്തിൻ എ പീരീഡ് ഓഫ് 60 days കേട്ടോ. ഡിസ്പോസൽ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ എ പീരീഡ് ഓഫ് 60 daysനകം കൊടുക്കണം. ക്ലാരിഫിക്കേഷനൊക്കെ വരും. അതുകൂടാതെ ഓൺ റിസീപ്റ്റ് ഓഫ് ദ അപ്രൂവ്ഡ് പാനൽ രജിസ്ട്രാറിൽ നിന്നും അപ്രൂവ്ഡ് പാനലിൽ നിന്ന് അപ്പെക്സ് സൊസൈറ്റിയിലും അതുപോലെ RCMBയുലും ഇൻട്രസ്റ്റ് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ടു ദ ഏജൻസി ഓർ ഇൻഡിവിജ്വൽ സെലക്റ്റഡ് ഫ്രം ദ അപ്രൂവ്ഡ് പാനൽ വിത്തിൻ 30 daysനകം അപ്രൂവ്ഡ് പാനലിനെ വയ്ക്കും. ഓക്കെ,
അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് പേഴ്സൺ ഷാൾ കണ്ടക്ട് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യും. ആർക്കാ സബ്മിറ്റ് ചെയ്യുക? അപ്പെക്സ് സൊസൈറ്റിക്കും രജിസ്ട്രാർക്കും സബ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ അവിടുത്തെ ഓപ്ഷൻ 171 തൊട്ട് 175 വരെ പിന്നെ ഒമിറ്റ് ചെയ്ത് പോയതാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? റൂൾ 178A ആയിരുന്നു. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യേണ്ട ഫീസ് ഉണ്ടല്ലോ, അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇവരൊക്കെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേസ്കാർഡ് ബാങ്ക്, കേരള സ്റ്റേറ്റ്, അതന്നെ കേസ്കാർഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അത് നമ്മുടെ കേരള ബാങ്ക്, DCB, PSCS, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ചലാൻ അടയ്ക്കേണ്ട തുകയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഒരുവിധം എല്ലാ ബാങ്കുകളും അതിൽ പെടും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്, അതായത് കേരള ബാങ്കാണ്. അതുപോലെ കേസ്കാർഡ് ബാങ്ക് ആണെങ്കിൽ 15,000 ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ച് എടുക്കുമ്പോഴും എന്ത് ചെയ്യണം? ഈച്ച് ബ്രാഞ്ചിന് 15,000 വെച്ച് കൊടുക്കണം. ആര്? നമ്മുടെ കേരള ബാങ്കും അതുപോലെ കേസ്കാർഡ് ബാങ്ക് അപ്പെക്സ് ലെവലിലുള്ളത്. അതുപോലെ PSCS, പിന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി കാർഡ് ബാങ്കുകളുണ്ടല്ലോ, നമ്മുടെ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അർബൻ ബാങ്കുകളുണ്ട്. അവരൊക്കെ 7,500 അടയ്ക്കേണ്ടത്. 7,500. ഇനി അതർ സൊസൈറ്റീസ്, അർബൻ, വനിത, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ്, അതർ മിസലേനിയസ് ഉണ്ടല്ലോ, അവർ 5,000 രൂപ അടച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പം ഈ ഒരു ഇത് നടന്നില്ല എന്ന് വിചാരിക്കാം, പക്ഷെ അവർക്ക് റീഫണ്ട് അവൈലബിൾ അല്ല കേട്ടോ. അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് റീഫണ്ട് അവൈലബിൾ അല്ല. ഓക്കെ. പിന്നെ അടുത്തൊരു ഓപ്ഷനായിട്ടുള്ളത് 43B ആയിരുന്നു. 43B എന്താണ്? ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഇല്ലാത്തപ്പോൾ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് 43B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റൂൾ 56A ആണ്. 56A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് അതിൽ കുറച്ച് പോയിന്റ് നമുക്ക് നോക്കാം. വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇപ്പോൾ സെക്യൂരിറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു ആധാരം കൊണ്ട് പോയി, അപ്പോൾ അവർ പ്രോപ്പർട്ടി വാല്യൂ ചെയ്ത് തീരുമാനം എടുക്കണം. ഞാനൊരു ആധാരം കൊണ്ട് പോയിട്ടേക്ക് 50 കോടി വേണമെന്ന് പറഞ്ഞാൽ തരില്ല. അപ്പോൾ അതുകൊണ്ട് അവർ സെക്യൂരിറ്റി നോക്കാൻ വരും അല്ലേ. അപ്പോൾ വേർ ദ ലോൺ എമൗണ്ട് ബിലോ 10 ലക്ഷത്തിനും താഴെയാണെങ്കിൽ ഓഫീസർ ആരായിരിക്കും? സൂപ്പർവൈസറി കാഡറിൽ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓതറൈസ് ചെയ്യുന്ന സൂപ്പർവൈസറി കാഡറിലുള്ള ഒരു ഓഫീസറായിരിക്കും. ഈ 10 ലക്ഷത്തിന് താഴെയുള്ള ലോൺ എമൗണ്ട് ആണെങ്കിൽ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് സെക്യൂരിറ്റി വെച്ചിട്ട് എടുക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് വാല്യൂ ചെയ്യണം. 10 ലാഖിന് മുകളിലാണെങ്കിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ഷാൾ സബ്മിറ്റ് എ ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ട് കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ദ മാക്സിമം എമൗണ്ട് ഗ്രാൻറ്റഡ് ആസ് ലോൺസ് ഷാൾ നോട്ട് എക്സീഡ് 50% വാല്യുവേഷൻ. ആ വാല്യുവേഷൻ നടത്തി 50% കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രത്യേകം ഈ ഒരു ബിലോ 10 ലാക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഷാൾ ബി വാല്യൂഡ് ബൈ എൻ ഓഫീസർ ഓർ ഓഫീസേഴ്സ് ഇൻ ദ സൂപ്പർവൈസറി കാഡർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി 10 ലക്ഷത്തിൽ മുകളിലാണെങ്കിലോ വാല്യുവേഷൻ ആരായിരിക്കും ചെയ്യുക? അപ്പോൾ ഒരു പാനലിനെ വെക്കുകയാണ് ചെയ്യുക. 5 മെമ്പേഴ്സ് അടങ്ങിയ പാനലിനെ വെക്കും. ആരൊക്കെയാണ് പാനലിൽ ഉണ്ടാവുക വെച്ചാൽ 2 ഓഫീസേഴ്സ് സൂപ്പർവൈസറി കാഡറിലുണ്ടാവും. അതിലൊരാൾ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. പിന്നെ 2 മെമ്പേഴ്സ്, കമ്മിറ്റിയിൽ നിന്ന് 2 മെമ്പേഴ്സിനെ എടുക്കും. കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന 2 മെമ്പേഴ്സിന് എടുക്കും. ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ഉണ്ടായിരിക്കും, അതായത് റിട്ടയേർഡ് ഓഫീസർ. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നല്ല ധാരണയുള്ള ഒരാളെയും കൂടെ കൂട്ടുന്നു. അത് 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ കേട്ടോ. 10 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ആരാണ്? ഇവിടെയുള്ള സൂപ്പർവൈസറി കാഡറിൽ കമ്മിറ്റി ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് എടുക്കാം. ഓക്കെ. വെറും ഓടിപ്പോയിട്ടല്ല, കമ്മിറ്റി ഓതറൈസ് ചെയ്യണം. ഇനി 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ എന്താണ്? വാല്യുവേഷൻ ഡൺ പാനൽ ഓഫ് 5 മെമ്പേഴ്സാണ്, വിച്ച് ഇൻക്ലൂഡ്സ് 2 ഓഫീസർ സൂപ്പർവൈസറി കാഡറിൽ ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്, 2 മെമ്പേഴ്സ് കമ്മിറ്റിയിലെ ആൾക്കാരുണ്ട്. ഓക്കെ. നോമിനേറ്റഡ് ബൈ ദ കമ്മിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ ഉണ്ട്. ഓക്കെ. റിട്ടയേർഡ് ഓഫീസർ ആയിരിക്കും ഫ്രം ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസിൽദാർ. എൻ്റെ ഒരു കുറയാത്ത ആൾ വേണം. അല്ലെങ്കിൽ റിട്ടയേർഡ് ഓഫീസർ ഫ്രം ദ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാർ ആയിരുന്നിരിക്കണം ഫോർ ദ വാല്യുവേഷൻ ഓഫ് ലാൻഡ് കേട്ടോ. ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിട്ടയേർഡ് ഓഫീസർ ഫ്രം ദ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വേണം. അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, കുറയാത്ത ആളാണ് വേണ്ടത് ഈ വാല്യൂ ചെയ്യാൻ കേട്ടോ. ഷാൾ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ കമ്മിറ്റി ഫോർ ഫിക്സിങ് ദ വാല്യൂ. എന്നിട്ട് പിന്നെ കമ്മിറ്റി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. അതായത് സ്ഥാപനം ഉള്ള ഭൂമിയാണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരു ഭൂമി പണയം വയ്ക്കുക, ആധാരം കൊണ്ടുപോയി അതിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആര് വേണം?
അപ്പോൾ വാല്യൂ നടത്താൻ വേണ്ടിയിട്ട് റിട്ടയേർഡ് ഓഫീസർ ഫ്രം ദ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റെന്നോ ഈ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൽ കുറയാത്ത ആൾക്കാർ വേണം കൂടെ എന്നാണ് പറയുന്നത് കേട്ടോ. അത് കമ്മിറ്റി ഷോൾ സബ്മിറ്റ് ഒരു ഡീറ്റെയിൽഡ് വാല്യൂഷൻ റിപ്പോർട്ട് കൺസിഡറിങ് മാർക്കറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഒക്കെ വെച്ച് കൊടുക്കും. ആൻഡ് ദ മാക്സിമം എമൗണ്ട് ഗ്രാൻഡഡ് ആസ് ലോൺ ഷാൾ നോട്ട് എക്സീഡ് മോർ ദാൻ 50% കൂടുതൽ വാല്യൂഷൻ ചെയ്ത് കൊടുക്കാനും പാടില്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് സെക്ഷൻ 59A ആണ് കേട്ടോ. 59A എന്താണ്? വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഇവിടെ അവിടെ സെക്ഷൻ നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ്. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ സെക്ഷനാണ് 59A അല്ലേ? ഓക്കെ, ഇവിടെ സെക്ഷനാണ് 59A. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ 56A ആണ് കേട്ടോ. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി റൂള് 56A. ഇവിടെ സെക്ഷൻ 59A. അപ്പോൾ രണ്ടും ചോദിച്ചിട്ടുണ്ട്. അത് പിന്നെ ഓപ്ഷനായിരുന്നു കേട്ടോ, അത് ചോദിച്ചതല്ല. നമ്മൾ ഓപ്ഷൻ ചുമ്മാ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. റൂൾ 56A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 59A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. റെസ്ട്രിക്ഷൻ ഓൺ ലോൺ, അതുപോലെ റൂൾ 54 നമ്മൾ മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. 58, 59, 60 വരുന്ന റെസ്ട്രിക്ഷൻ തന്നെയാണ്. റെസ്ട്രിക്ഷൻ ഓൺ ലോൺ വരും, പിന്നെ ബോറോയിങ്സ് വരും, അതുപോലെ തന്നെ അതർ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ് വരും. അപ്പോൾ അത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. 58 എന്ത് ആദ്യം വരുന്നത്? 58 ബോറോയിങ്സ്. 58 റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സ്, 59 റെസ്ട്രിക്ഷൻ ഓൺ ലോണാണ്, പിന്നെ 60 അതർ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 61 നമ്മുടെ PFും 62 ഗ്രാറ്റുവിറ്റിയും കഴിഞ്ഞ് 63 നമ്മൾ DCAയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 3 റെസ്ട്രിക്ഷനെ കുറിച്ച് ആലോചിക്കുക. 58, 59, 60. എന്നാൽ റൂളിലാണെങ്കിൽ ഇതേ റെസ്ട്രിക്ഷൻ 55, 56, 57 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമ്മൾ അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടോ? എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഭാഗത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തിരി വലിയ വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. വീണ്ടും റിവൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. സോ കറക്റ്റായിട്ട് എഴുതി റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്